ഹായ് വീവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി തരിയുണ്ട ഒരു റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരവി എടുത്തതാണിത്. പിന്നെ ഇത് 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും 5 ഏലക്കായും കൂടി പൊടിച്ചെടുത്തതാണ്. ഇത് മുഴുവനും നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ കളറും ചേഞ്ച് ആയാൽ ഇതിൻ്റെ ഒരു കാണാനൊരു ലുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ വറുത്തെടുക്കുക. നമ്മളൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും നമ്മൾ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ആ ഒരു തരിയുണ്ടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ. നന്നായിട്ട് വറുത്തെടുക്കുക. നമ്മൾ റവ വേറെ ഒന്നും വേവിക്കുന്നില്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ നല്ലപോലെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സീഡ് മാത്രം എടുത്തിട്ട് പഞ്ചസാരയും കൂട്ടിയിട്ട് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ടും അങ്ങനെ തന്നെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. അത് ചേർത്തിട്ട് ഇതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ വരിക. നമ്മളെ നെയ്യും അതുപോലെ തന്നെ ഏലക്കായൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വീറ്റിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പിന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും കുറച്ച് ബദാമുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പം നമുക്കിതും കോരി മാറ്റാം. ഇതും ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ തേങ്ങ വറുക്കില്ലേ, അതേ ഒരു പരുവത്തിൽ നല്ലപോലെ കളറ് മാറും വേണ്ട. സാമ്പാറിന് വറുക്കുമ്പോൾ നല്ലപോലെ നമ്മൾ വറുത്തെടുക്കും. ആ ഒരു വറവ് വേണ്ട. ഏകദേശം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുള്ള ആ ഒരു പരുവത്തിൽ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തേങ്ങയിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിയിട്ട് നമ്മൾ ഈ സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്ക് കുറേ ദിവസം കേടാവാതെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതല്ല പെട്ടെന്ന് നമ്മൾ അന്ന് തന്നെ കഴിക്കാനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറേ ദിവസം കേടാവാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. പഞ്ചസാര നല്ലപോലെ ഇപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ റവ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് റവ കൂടുതൽ വേവൊന്നുമില്ല.
പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയും വേണം. നമ്മുടെ നട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ സമയം ചൂടാറാനൊന്നും വെക്കാതെ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. നമുക്കിത് കൂടുതൽ ചൂടാറാൻ അഥവാ നമ്മൾ കൈകൊണ്ടൊക്കെ ഉരുട്ടാൻ പറ്റിയ ആ ഒരു പാകത്തിൽ നമ്മളിത് ഉരുട്ടിയെടുക്കണം. എന്താ ഇതുപോലെ എല്ലാ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിലാണ് ആക്കിയിട്ടുള്ളത്. ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുറച്ചുകൂടി സമയം ഇരുന്നാൽ കുറച്ചുകൂടി ഹാർഡാവും. ഞങ്ങളിപ്പോൾ വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സോഫ്റ്റ് ആയിട്ടില്ല എങ്കിലോ നല്ല ഹാർഡായിട്ടില്ല. ആ ഒരു പരുവത്തിലാണുള്ളത്. അപ്പോൾ കുറച്ചുകൂടി സമയം ബാക്കിയുള്ളത് ഞങ്ങൾ രാവിലെ കഴിച്ചപ്പോൾ നല്ല ഹാർഡായിരുന്നു. അത്യാവശ്യം നല്ല ഹാർഡായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.